സംഘർഷം തുടരുന്ന മണിപ്പൂർ ഇംഫാലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇംഫാൽ താഴ്വരയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ മാസം 23-ാം തീയതി വരെ അടഞ്ഞുകിടക്കും. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് ഈ നടപടി. മണിപ്പൂരിൽ നിന്ന് വിനീത വിജയ് തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പ്രമോദ് സിംഗ് പറയുന്നത് കുക്കികളുടെ പ്രശ്നമാണ്, അതിനെ നിയമപരമായും അല്ലാതെയൊക്കെ നേരിട്ടാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു അതുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? മെയ്തൈ വിഭാഗവുമായി ഒരു വനിതാ ജേർണലിസ്റ്റ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ടെലിവിഷനിൽ വരുന്നത്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മൾ വളരെ ഒന്ന് ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തിലേക്ക് എത്തിയത്. കാരണം നമ്മളൊക്കെ മണിപ്പൂരിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് അവരിൽ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാകണമെന്നുള്ളതാണ്. അവരുമായി നമ്മൾ മറ്റു തരത്തിലേക്കൊന്നും ഒരു ആക്രമണത്തിനോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അവരുടെ ആളുകൾ തന്നെയാണ് നമ്മളെ ആ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ എത്തിക്കുക. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവർക്കായി അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ സുരക്ഷാ ക്രമീകരണങ്ങൾക്കും പരിശോധനകൾക്കും ഒക്കെ ശേഷമാണ് നമ്മൾ ആ നേതാവിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് പിന്നിലായി കാണുന്ന ചില ആളുകളുണ്ട്. അവർ ഏറ്റവും അതിലൊരു അപകടകരവും അല്ലെങ്കിൽ ഒപ്പം ആശങ്കയും ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്. അവർ ഇവിടെയുള്ള സായുധ സേനയോ അല്ലെങ്കിൽ ഇവിടെയുള്ള സുരക്ഷാ സേനയോ ഉദ്യോഗസ്ഥരോ ഒന്നുമല്ല, ഒരു വിഭാഗത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവർ നീതി നടപ്പാക്കാനായി ഒരു സംസ്ഥാനത്ത് മുന്നോട്ട് വരുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ആശങ്കയുണ്ടാക്കുന്നത്. ഞാൻ അതിൽ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ആക്രമണത്തെയും നേരിടുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ പക്കലുണ്ട്. ഒപ്പം തന്നെ ഒരു ആക്രമണം നടത്താനുള്ള സംവിധാനങ്ങളും അവരുടെ പക്കലുണ്ട്. അതിന് തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആയാണ് ഇങ്ങനെ ഓരോ കേന്ദ്രങ്ങളും ഈ മണിപ്പൂരിൽ കഴിയുന്നത്. അത് നമുക്ക് ഏറ്റവും വലിയ രീതിയിലേക്കൊരു ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്കിൻ സൂചിപ്പിച്ചതുപോലെ പ്രമോദ് സിംഗുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മെയ്തൈ വിഭാഗമല്ല ഈ ആക്രമണങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇത് അവരുടെ ഒരു ആരോപണമാണ്, അവരുടെ ഒരു വാദമാണ്. അവരല്ല ഇതിന് തുടക്കമിടുന്നതെന്നാണ് അവരുടെ നേതാവ് പറയുന്നത്. ഒപ്പം തന്നെ കുക്കികൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ മെയ്തൈ വിഭാഗക്കാർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു, സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു, അവരുടെ വീടുകൾ കത്തിക്കുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വിരോധം ഈ കുക്കികളോടൊന്നും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിൽ ഒരാൾ വന്ന് നിങ്ങളുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയാൽ നിങ്ങൾ നോക്കിയിരിക്കുമോ, നിങ്ങൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും, അതേപോലെയാണ് ഞങ്ങളും ഇവിടെ പ്രതിരോധിക്കുന്നത് അവർ പറയുന്നത്. ഈ പ്രശ്നത്തിന് എന്താണ് ഒരു സൊല്യൂഷൻ, എന്താണ് ഒരു പരിഹാരമെന്നും നമ്മൾ തന്നെ ആ നേതാവിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നീതി ഉറപ്പാക്കണം, നീതി നടപ്പാക്കണം, എന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ്. ആ നീതി എന്ന് അദ്ദേഹം പറയുന്നത് ഈ ആക്രമണങ്ങൾ നടത്തുന്ന കുക്കികൾക്കെതിരെ നടപടി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. വിനീത, ഒരു കാര്യം, അതായത് ഈ മെയ്തൈ വിഭാഗത്തിന്റെ മേധാവിയാണല്ലോ ഈ പ്രമോദ് സിംഗ്, അദ്ദേഹത്തിന്റെ വാസമൊക്കെ കുറച്ച് ഉള്ളിലാണോ? നമുക്ക് ബോധ്യപ്പെട്ടത് എന്താണ് കാര്യം? ഒരു രഹസ്യ താവളത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹം താമസിക്കുക. അവിടെ എത്തിപ്പെടാൻ വലിയ പാടായിരോ? തീർച്ചയായും എസ്കേൻ, ഏറെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഇവിടെയുള്ള ഈ രണ്ട് വിഭാഗം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെ ഉള്ളൊരു ഡ്രൈവറാണ്. ആ ഡ്രൈവർ പോലും ഇവരുടെ ഈ രണ്ട് വിഭാഗത്തിലും അല്ലാത്ത മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആളുകളാണെന്ന് അവർ ആദ്യം ഉറപ്പാക്കും. അതിനുശേഷം മാത്രമായിരിക്കും നമ്മളെ ആ സ്ഥലത്തേക്ക് എത്തിക്കുക. അതും ആ സ്ഥലം എവിടെയാണെന്നോ എങ്ങോട്ടേക്കാണ് വരേണ്ടതെന്നോ ഒന്നും നമ്മളോട് നേരത്തെ പറയില്ല. അവരുടെ ഒരാളാണ് നമ്മളെ ബന്ധപ്പെടുക തുടങ്ങി നമ്മളുടെ ഡ്രൈവറുമായി അവർ സംസാരിക്കും. അവർ ഇന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും. തുടർന്ന് ഞങ്ങൾ ആ മേഖലയിലേക്ക് പോകും. അപ്പോൾ അവരുടെ നമ്മൾ ഈ കാണുന്ന പോലുള്ള അവരുടെ ചില ആളുകൾ നമ്മൾക്ക് അടുത്തേക്ക് വരും. നമ്മളുടെ ക്യാമറകളിൽ മറ്റ് സ്പൈ ക്യാമോ അല്ലെങ്കിൽ അത്തരത്തേക്കുള്ള നമ്മൾ അവർക്ക് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് ആദ്യം ഉറപ്പാക്കും. നമ്മളുമായി കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഈ തലവനിലേക്ക് നമ്മളെ എത്തിക്കുക. ആ പോകുന്ന വഴികളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ആയുധങ്ങളുമൊക്കെ ആയുള്ള ചില ആളുകൾ അവർ അവിടെ തന്നെയാണുള്ളത്. അവർ നമുക്കൊപ്പം നമ്മളെ പിന്തുടരും. ഒപ്പം ഈ നമ്മളിപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് പോലും അവിടെ പൂർണ്ണമായും അവരുടേതായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇത് പൂർത്തിയാക്കിയതിന് ശേഷം അവർ തന്നെ നമ്മളെ തിരിച്ച് വാഹനത്തിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ആദ്യമായാണ് ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഒരു മാധ്യമപ്രവർത്തന മേഖലയിലൊക്കെ ആദ്യമായാണ് എനിക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത്. നമ്മൾ രാത്രിയാണ് നമ്മൾ അവിടെ എത്തിയത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പൊതുവെ ഈ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? കാര്യം ഒരു ഒളിത്താവളത്തിലേക്കാണ് വിനീത യാത്ര ചെയ്യുന്നത്. കാര്യം രഹസ്യ താവളം എവിടെ നിന്ന് അറിയാതിരിക്കാൻ അവരെല്ലാ ശ്രദ്ധയും നടത്തും. മാത്രമല്ല ആയുധങ്ങളോടെയാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ എങ്ങനെയായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ എത്തിപ്പെട്ട് കഴിയുമ്പോൾ? എസ്കേൻ, നമ്മൾ ആദ്യം ഇദ്ദേഹത്തെ ഈ തലവനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ അറിയിക്കാം, എൻ്റെ സ്ഥലം എവിടെയാണ് ഞാൻ ഉണ്ടാവുക എന്നുള്ളത് അറിയിക്കാം എന്ന് പറഞ്ഞ് നമുക്കൊരു സമയം തരികയാണ്. തുടർന്ന് ഈ തലവൻ്റെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു സംഘാംഗം വൈകിട്ട് നമ്മളെ ഫോണിൽ ബന്ധപ്പെടുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു
നിങ്ങളുടെ ഡ്രൈവർ ആരാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ മൈനോറിറ്റി വിഭാഗത്തിൽ ഈ 2 വിഭാഗത്തിലും ഇല്ലാത്ത ആളാണെന്ന് ആദ്യം അവർ ഉറപ്പാക്കും. അതിനുശേഷം സ്ഥലം ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നു. നമ്മൾ ആ മേഖലയിലേക്ക് പോകുന്നു. ആ മേഖലയിലേക്ക് എത്തിയതിനു ശേഷവും ഇവരുടെ ഈ താവളത്തിലേക്ക് ഈ മേഖലയിലേക്ക് എത്തുന്നതിൽ പോലും ഇവരുടെ അനുവാദമില്ലാതെ നമുക്ക് കടക്കാൻ കഴിയില്ല. തുടർന്ന് നമ്മളുടെ വാഹനം നമ്മളെ കാണുകയും ചെയ്യുന്നു. ഈ വാക്കി ടോക്കികളിലൂടെയാണ് ഇവർ ഈ സന്ദേശങ്ങൾ കൈമാറുന്നത്. തുടർന്ന് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ തലവൻ നമ്മളെ തുടർന്നാണ് ഓക്കെ, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ മണിപ്പൂരാണ്, നിങ്ങൾക്കറിയാം ഇന്റർനെറ്റിനൊക്കെ തന്നെ അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്ര എളുപ്പമല്ല ഈ മെയ്തേ വിഭാഗത്തിൻ്റെ ഒരു തലവനെയൊക്കെ നമുക്ക് പോയി കാണുക എന്ന് പറയുന്നത്. മാത്രമല്ല മാധ്യമങ്ങളെയൊക്കെ അവർ വിശ്വസിക്കണം എന്നില്ല. എന്തായാലും വിനീത വിജി അത് അവിടെ എത്തി അദ്ദേഹമായി ഒരു അഭിമുഖം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ചെറിയ കാര്യമല്ല. വെൽ ഡൺ.